വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മളപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ 3 സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതിയാണ് അല്ലെ. അപ്പൊ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇനി നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലേതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പഠിച്ച് എല്ലാ ടോപ്പിക്കും ക്ലിയർ ആക്കാൻ പോവാണ്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ആദ്യ ഭാഗങ്ങളിലെ കൺസെപ്റ്റും അതുപോലെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളിലൂടെ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, റെഡി? സോ ഫസ്റ്റ് ചോദ്യമാണ്, വാട്ട് ആർ ദ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഒരു ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ എന്താണ് ആറ്റം? നമ്മൾ ഏത് സാധനം എടുത്തു എന്തെടുത്താലും ഇപ്പൊ ഇതാ ഈ റിമോട്ട് ഞാൻ പൊടിയാക്കാണ് കേട്ടോ. അപ്പൊ ലാസ്റ്റ് പൊടിയാകുമല്ലോ, പിന്നീട് എനിക്ക് അതിനെ വീണ്ടും പൊടിക്കാൻ പറ്റൂല. അങ്ങനെ ഏറ്റവും അല്ലെങ്കിൽ ഇത് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ, ഇനി വീണ്ടും എനിക്ക് ഇതിനെ പൊടിക്കാനോ തകർക്കാനോ ഒന്നും പറ്റൂല. ആ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് ആറ്റം. ഓക്കെ, ആറ്റം അത്രയും ബേസിക് പാർട്ടിക്കിൾ, അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ആറ്റം. എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തെന്നാണ്? ആറ്റം കൊണ്ടാണ്. എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും ആറ്റം കൊണ്ടാണ്. നമ്മൾ H2O എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അതിൽ 2 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. അങ്ങനെ എന്തെടുത്തോ എല്ലാം എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആറ്റം കൊണ്ടാണ്. അപ്പോൾ ഈ ആറ്റത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടേ വേണം. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര വലുപ്പൊക്കെ ഉണ്ടല്ലേ ഇതെന്നല്ലേ. ഒരിക്കലും അല്ല, വളരെ ചെറുതായിരിക്കും. അതിനെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നു എന്ന് മാത്രം കേട്ടോ. ആറ്റത്തില് 3 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ന്യൂട്രൽ ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. പ്രോട്ടോണിനും ഇലക്ട്രോണിനും ചാർജുകൾ ഉണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജോ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നോ ചാർജിനില്ല കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിന്റെ ഉള്ളിലിരിക്കും. അതായത് ന്യൂക്ലിയസ് എന്നാ പറയാ ഭാഗം, സെന്ററില്. ന്യൂക്ലിയസിലാണ് ആര് കാണുന്നത്? ഈ 2 ആൾക്കാരും, പ്രോട്ടോണും ന്യൂട്രോണും. പക്ഷെ ഇലക്ട്രോൺ അല്ല, ഇലക്ട്രോൺ ഫ്രീ ബേർഡാ, ഇലക്ട്രോൺ പുറത്താണ് കാണപ്പെടുക. അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവർക്ക് മൂവ് ചെയ്യാനേ പറ്റില്ല. ഇവരിങ്ങനെ അമ്മമാരിങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ന്യൂക്ലിയസ് ഇങ്ങനെ എവിടെ പോടാ അങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇലക്ട്രോൺ ഇങ്ങനെ ഫ്രീ ബേർഡാ, ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, ട്രിപ്പ് പോകുന്നു അല്ലെ. അങ്ങനെ പോകാനും വരാനൊക്കെ പറ്റിയ ആർക്ക് മാത്രമാണ്? ഇയാൾക്ക് മാത്രമാണ്. ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഗൈസ്. ഓക്കെ, റെഡി? സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെയിം ദ സബാറ്റോമിക് പാർട്ടിക്കിൾ വിച്ച് ഡസന്റ് പോസസ് ഇലക്ട്രിക് ചാർജ്. ചാർജ് ഇല്ലാത്ത ആൾ ആരാന്നാ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു ചാർജ് ഇല്ലാത്ത ആള് ന്യൂട്രോൺ ആണ്. നെക്സ്റ്റ് ചോദ്യം, സ്പെസിഫൈ ദ ചാർജസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. സെറ്റ് ആണല്ലോ. ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ആറ്റത്തിന് എന്ത് ചാർജ് ആണ് കിട്ടുക? വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിനെ നമ്മൾ ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പോൾ 2 ഇൻസുലേറ്റേഴ്സ് അല്ലെ, നമ്മൾ വൈദ്യുതി കടത്തിവിടാത്ത 2 പാർട്ടിക്കിൾസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ചാർജസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. റബ്ബ് ചെയ്ത് ചാർജസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അതിൽ ചാർജസ് കിട്ടിയത്? മനസ്സിലാക്കി വെച്ചോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ, നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് റോഡും അതുപോലെ തന്നെ ഒരു സിൽക്കിന്റെ ക്ലോത്തും എടുത്തിട്ട് രണ്ടും കൂടെ ഇങ്ങനെ റബ്ബ് ചെയ്യണം. രണ്ടും ഇൻസുലേറ്റർ ആണ് കേട്ടോ. ഈ റബ്ബ് ചെയ്യുന്ന കേസിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഇൻസുലേറ്റർ ആവൽ നിർബന്ധമാണ്. വാട്ട് ഈസ് ഇൻസുലേറ്റർ? വൈദ്യുതി കടത്തി വിടാത്ത ആൾക്കാർ കേട്ടോ. അതായത് വുഡ് അല്ലെ, അങ്ങനെ നമ്മൾ സ്കെയിൽ എടുക്കാം, പ്ലാസ്റ്റിക് എടുക്കാം, റബ്ബർ, അതൊക്കെ പറ്റും ഈ കൂട്ടത്തിൽ. അല്ലാതെ ഈ കൂട്ടത്തിൽ ആരും പോയിട്ട് സ്റ്റീലിന്റെ സ്പൂണ്, ഇരുമ്പിന്റെ ആണി അതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം അതൊക്കെ എന്താണ്? കണ്ടക്ടർ ആണ്, അത് എടുക്കാൻ പാടില്ല. ഇവിടെ എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഇൻസുലേറ്റർ ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാണെന്ന് നോക്കിക്കോ, ഈ ഗ്ലാസ് റോഡിനെ ഈ സിൽക്കിന്റെ ഈ ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ ആറ്റത്തിൽ നിന്നും
ആര് ചാടും അങ്ങോട്ടും ഇങ്ങോട്ടും? നമ്മൾ പറഞ്ഞു ചാടാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ. അത് ആര് മാത്രമാണ്? ഇലക്ട്രോൺ മാത്രമാണ്. അപ്പൊ ഇലക്ട്രോൺ ഒറ്റ ചാട്ടമായിരിക്കും. അതാ അല്ലെ, ഇലക്ട്രോൺ ചാടും. എവിടെന്നാ ചാടുന്നത് നോക്കിക്കോ, നമ്മൾ മനസ്സിലാക്കണം. ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺ സിൽക്ക് ക്ലോത്തിലേക്ക് പോകും. ഇലക്ട്രോണിന് മാത്രമേ ചാടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഗ്ലാസ് റോഡിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇലക്ട്രോൺ എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പൊ ഗ്ലാസ് റോഡിൽ ഇലക്ട്രോൺ പോയി. എൻ്റെ മോനെ നെഗറ്റീവ് മൊത്തം പോയി. അപ്പൊ അയാൾ ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ മോനെ ആൾ അല്ലെ ഫുൾ പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. സിൽക്ക് ക്ലോത്തിന് എന്താ സംഭവിച്ചേ? കുറേ നെഗറ്റീവ് അങ്ങോട്ട് കിട്ടി ഇല്ലേ, കുറെ ഇലക്ട്രോൺസിന് കിട്ടി. സോ സിൽക്ക് ക്ലോത്ത് എന്താകും? നെഗറ്റീവ് ചാർജുമാകും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജാണ് കിട്ടുക. നമ്മൾ വിചാരിക്കും ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലേ, അപ്പൊ നഷ്ടപ്പെട്ടു, അങ്ങനെ വിചാരിക്കും. അങ്ങനെയല്ല, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാളിന്ന് ഫുൾ നെഗറ്റിവിറ്റി പോയി, പിന്നെ അയാൾ ഫുൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജ് കിട്ടും. നെക്സ്റ്റ്, ഇലക്ട്രോൺ ലഭിച്ചു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് എന്താ കിട്ടുക? നെഗറ്റീവ് ചാർജുമാണ് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി? നെക്സ്റ്റ് ചോദ്യമാണ്, സീ ദ പിക്ചർ. ദാ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഐഡന്റിഫൈ ദ ഡിവൈസ്, വാട്ട് ഈസ് ഇറ്റ്സ് യൂസ് അല്ലെ, ഇതിന്റെ ഉപയോഗം എന്താണ്, ഇതെന്താണ് എന്നൊക്കെ തിരിച്ചറിയണം. പ്ലസ് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെറ്റൽ സ്ഫിയർ, ഗോൾഡ് ലീവ്സ്, മെറ്റാലിക് കണ്ടക്ടർ. ഇതൊക്കെ എവിടെയാണെന്ന് മാർക്ക് ചെയ്യും കൂടെ ചെയ്യണം. എൻ്റെ മോനെ നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ? പക്ഷെ വളരെ സിമ്പിളാണ്. ഇതാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ്. ചാർജിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്, മെറ്റൽ സ്ഫിയറും ഗോൾഡ് ലീവ്സും മെറ്റാലിക് കണ്ടക്ടറും ഒക്കെ ലോഹഗോളം, സ്വർണ്ണദളങ്ങൾ, ലോഹജാലകം എന്നിവയൊക്കെ അടയാളപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ വളരെ സിമ്പിളാണ്. മെറ്റൽ സ്ഫിയർ അല്ലേ, മെറ്റാലിക് കണ്ടക്ടർ, ഇതെന്റെ കണ്ടക്ടറാണ്, ഇതിന്റെ ഗോൾഡ് ലീവ്സ് ആണ്, 2 ലീവ്സ്. സോ ഇത്ര കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ വരുന്ന വീഡിയോയിൽ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാം. സോ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ പരീക്ഷ നമ്മുടെ മുന്നിൽ അടുത്തെത്തി കഴിഞ്ഞു. ഓണം എക്സാമിന്റെ പോലെ 1-2 ചാപ്റ്റേഴ്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും ചാപ്റ്റേഴ്സിന്റെ കൗണ്ടൊക്കെ നമുക്ക് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനിയും ദിവസമുണ്ട്. ഉള്ള ദിവസങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. വെറുതെ ഫോണിൽ കളിച്ച് സമയം കളയണ്ട. ഫോണിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം നമുക്ക് ക്രിസ്മസ് വെക്കേഷനിൽ നമുക്ക് കിട്ടും. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.